തന്ത്രി തന്നെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. എനിക്ക് ഞാൻ ഇത്രയും സ്ഥലത്ത് അഴിമതി നിരോധന വകുപ്പിൽ ജോലി ചെയ്തിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ അവിടെ ചെന്ന സമയത്ത്. അപ്പോൾ തന്ത്രി തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ത്രിയെ പിണക്കി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ അങ്ങനെ ഈ ഒരു ഇപ്പം കൊടിമരം എന്ത് ചെയ്യണമെങ്കിലും അങ്ങേരെ അവിടെ ഇരുട്ടവെളുക്ക് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അയാൾ രാവും പകലും അവിടെ തന്നെ ഊണും ഉറക്കവും കുളിയും തേവാരവും ഒക്കെ. അപ്പോൾ അങ്ങേരെ അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി, നമുക്കിപ്പോൾ ചിലർ അഴിമതിക്കാരാണെന്ന് മനസ്സിലാവും, പ്രത്യേകിച്ച് ഞങ്ങൾ വിജിലൻസുകാരാണ്. മനസ്സിലാവുമ്പം നമുക്ക് തെളിവ് വേണ്ടേ? ചുമ്മാ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ചാടി പിടിക്കാൻ പറ്റുമോ? നമ്മുടെ പണി പോവില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവ് നമുക്ക് കിട്ടിയില്ല. അയാൾ അത്ര ബുദ്ധിമാനാണ്. അത് എനിക്കൊന്ന് ഇപ്പോഴത്തെ തന്ത്രിയാണ് ഈ രാജീവ്, അദ്ദേഹം തന്നെയാണ് അന്നും തന്ത്രി. പക്ഷേ ഈ ഈ മേൽശാന്തിമാർ വന്നാലും ഇങ്ങേരെ മുറിയിലാണ്. ഈ മറ്റേ ഭക്തരുടെ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ ഇയാളുടെ മുറിയിലാണ് ഡിസ്കഷനും അത് ഇതൊക്കെ. തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. ഈ തന്ത്രിയും ഇപ്പോഴത്തെ എനിക്കറിഞ്ഞുകൂടാ സെക്രട്ടറി എങ്ങനെയുള്ള ആളാണെന്ന്. അന്ന് തന്ത്രിയും സെക്രട്ടറിയും TDB സെക്രട്ടറി അറിയാതെ ഒരു പരിപാടി അവിടെ ഈച്ച പറക്കില്ല, കൊതുക് പറക്കില്ല. അങ്ങനെ തന്നെയാണ്.